മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്ക് മൂലം പൊടിശല്യം ഉൾപ്പെടെയുള്ള ദുരിതങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ വ്യാപാരികൾ റോഡ് കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭീമനാടുള്ള ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധവുമായി എത്തിയ വ്യാപാരികൾ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി അലനല്ലൂർ ടൗൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പാത പൊളിച്ച് നിലമൊരുക്കൽ പ്രവൃത്തികൾ നടത്തി. പിന്നീട് കാര്യമായ ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. മാസങ്ങളായി പൊടിശല്യം മൂലം കടകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ടൗണിലെ മിക്ക ലഘുഭക്ഷണശാലകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യവും വന്നു. പൊടി ശമിപ്പിക്കാനുള്ള നനയ്ക്കൽ പോലും കൃത്യമായി ഇല്ല. പൊടിശല്യവും യാത്രാദുരിതവും കാരണം ആളുകൾ അലനല്ലൂരിലേക്ക് വരാതെയായി. മറ്റ് അങ്ങാടികളെ ആളുകൾ ആശ്രയിക്കാനും തുടങ്ങി. ഗണ്യമായി കച്ചവടം കുറഞ്ഞതോടെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കൂട്ടുപാടം ഭീമനാട് പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയുടെ താൽക്കാലിക ഓഫീസിലേക്ക് വ്യാപാരികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞു. കമ്പനി ഓഫീസ് മാർച്ച് സിന്ദാബാദ്. തുടർന്ന് നടന്ന ഓഫീസ് ഉപരോധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് നല്ല റോഡുകളില്ലെങ്കിൽ ആളുകൾ മറ്റു റോഡുകൾ തിരഞ്ഞെടുക്കുകയും ആ നാടിന്റെ തന്നെ നാശത്തിന് അത് കാരണമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അലനല്ലൂരിലെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതെ അലനല്ലൂർ പട്ടണം എന്ന പേരിന് അതെങ്ങനെയാണ് അനുയോജ്യമാവുക? അലനല്ലൂരിലെ ആളുകൾ അലനല്ലൂരിനെ ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യാപാരികളാണ്. ഞങ്ങൾക്ക് ഈ നാടിന്റെ നിലനിൽപ്പിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന്റെയും നിലനിൽപ്പ് ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറാകും എന്ന് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PPK അബ്ദുറഹ്മാൻ, ട്രഷറർ നിയാസ് കോങ്ങത്ത്, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ ഉണ്ണിയാൽ, സുബൈർ തുർക്കി, ജോയിന്റ് സെക്രട്ടറി PP രാജഗോപാലൻ, അലനല്ലൂർ യൂത്ത് വിംഗ് പ്രസിഡന്റ് യൂസഫ് ചോലയിൽ, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നാസർ ഔട്ട്ലൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടാറിംഗ് പ്രവൃത്തികൾ ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.